കാട്ടാക്കട ക്ഷേത്രമായി കഴിഞ്ഞ 23 വർഷമായി പ്രവർത്തിക്കുന്ന മദർ തെരേസ ഫൗണ്ടേഷനെക്കുറിച്ച് ഈ നാടിന് നൽകിയ സംഭാവനകളെക്കുറിച്ചാണ് എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ചത്. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളിൽ പലരും ഓർമ്മിക്കുന്നു. പേരുകൊണ്ട് തന്നെ പ്രവർത്തനത്തെ അന്വർത്ഥമാക്കുന്ന 23 വർഷം അഗതികളുടെ അമ്മയായ മദർ തെരേസ ഇന്ത്യയിൽ അതിഥിയായിരിക്കുക കൽക്കട്ട തെരുവുകളിൽ ആരുടെയും സംരക്ഷണയില്ലാതെ അനാഥത്വത്തിന്റെ ദുരിതം പേറി ജീവിച്ചവർ, കുഷ്ഠരോഗികൾ, അവരുടെ മനസ്സിലും ശരീരത്തിലും സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ലേപനം പുരട്ടുകയാണ് മദർ തെരേസ ചെയ്യുന്നത്. മദർ തെരേസയോട് നമ്മുടെ നാട് പിന്നീട് അനീതി കാട്ടി എന്നുള്ളത് ഒരു ദുഃഖമാണ്, ഒരു വേദനയാണ്, ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവാണ്. മദർ തെരേസ എന്ന അഭിവന്യയായ മനുഷ്യസ്നേഹിയായ ആത്മീയപാതയിലൂടെ സഞ്ചരിച്ച ആ കന്യാസ്ത്രീ അമ്മ കൊളുത്തി ഉയർത്തിപ്പിടിച്ച കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശോഭ ഒരിക്കലും മങ്ങാതിരിക്കുക എന്നത് ഈ സംഘടനയുടെ, ഈ സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങളിലൊന്നാണ് എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങളാകെ ആഗ്രഹിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 23 വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്കൊക്കെ അറിയാം. ആ പ്രവർത്തനങ്ങളുടെ ധാര മുറിയാതെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ, കാലത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കൂടി ഈ സൊസൈറ്റി തയ്യാറാകുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ അടുത്ത കാലത്താണ് ഹെൽമറ്റിനെതിരായി ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ഹെൽമെറ്റ് ശല്യമാണ്, അത് കൊണ്ടു നടക്കാൻ പാടാണ്, കഴുത്തിൻ്റെ കഷേരികൾക്ക് പ്രശ്നമാണ്, അല്ലെങ്കിൽ ഹെൽമെറ്റ് ധരിക്കുന്നത് അപകടമാണ്, അല്ലെങ്കിൽ അഭിമാനക്ഷതമാണ് എന്നൊക്കെ കരുതുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നു വിലയേറിയ പല ജീവനുകളും ചെറുപ്പക്കാർ യൗവനത്തിൻ്റെയും കൗമാരത്തിൻ്റെയും തുടുപ്പുകളുടെയും ആഘോഷങ്ങൾക്കിടയിൽ ജീവിതം നഷ്ടമാണ്. മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുന്നിൽ എത്രയോ അടക്കം പറച്ചിലുകൾ നമ്മൾ കേട്ടു. ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ദുരന്തം വന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഹെൽമെറ്റ് വേണ്ട, അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാത്തവരെ കണ്ടുപിടിക്കുന്നു. ഞാൻ പറയുന്നതിനോട് നീരസമുള്ളവരായിരിക്കും ഇവിടെ കൂടുതലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കേന്ദ്ര നിയമമുണ്ട്. ഒരു ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്ന 3 പേരുണ്ടെങ്കിൽ 3 പേരും ഹെൽമെറ്റ് ധരിക്കണം. കൊച്ചു കുട്ടികൾ പോലെ ഹെൽമെറ്റ് ധരിക്കണം. അത് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ഉയർന്ന ഒരു ശക്തമായ പ്രതിരോധവും. നമ്മുടെ തല, നമ്മുടെ ജീവൻ, അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. ഒരു പൗരന്റെ ജീവൻ രക്ഷിക്കാൻ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ആ ഹെൽമെറ്റ് ധരിക്കുക എന്ന ഉപദേശം നൽകാൻ ഈ അടുത്ത കാലത്ത് ഈ സൊസൈറ്റി നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമാണ്. ഒരിക്കൽ ഞാൻ കാട്ടാക്കടയിൽ നിൽക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കയ്യിൽ ഒരു കളിപ്പാട്ടം കിട്ടിയ കൊച്ചുകുട്ടിയുടെ സന്തോഷത്തോടെ വരികയാണ്. ഒരു ഹെൽമെറ്റ് കിട്ടിയതാണ്. ഹെൽമെറ്റ് നൽകിയത് ഈ സൊസൈറ്റിയുടെ പ്രവർത്തകരാണ്. അപ്പോൾ ആ പ്രവർത്തനം അത് നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രവർത്തനമല്ല എന്ന് തോന്നാമെങ്കിൽ ഒരു ജീവന്റെ മൂല്യവും വിലയും
മനസ്സിലാക്കുമ്പോൾ അത് പ്രധാനപ്പെട്ട ഞാനൊരു നിർദ്ദേശം കൂടി വെച്ചുകൊണ്ട് എൻ്റെ പ്രചോദനം നടത്തുകയാണ്. ഇന്നത്തെ നമ്മുടെ തലമുറ ചെന്നുപെട്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. നാളത്തെ തലമുറയെ കുറിച്ച് ഓർക്കുമ്പോൾ കിടന്നാൽ ഉറക്കം വരാത്ത പേറ്റിനാവുകളാണ് നമ്മുടെ ചുറ്റിലും കേൾക്കുന്ന വാർത്തകൾ, വർത്തമാനങ്ങൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മയക്കുമരുന്നിന്റെ ഉപാസകരായി ഒരു തലമുറ മാറുകയാണ്. പലരും അടക്കി പിടിക്കുകയാണ്. സ്വന്തം വീട്ടിനകത്തെ നൊമ്പരങ്ങൾ പുറത്ത് പറയാതിരിക്കാൻ, അറിയാതിരിക്കാൻ പലതിനും നിശബ്ദത പാലിക്കുന്നു. ഞാൻ പലയിടത്തും പറയുന്ന ഒരു അനുഭവം, തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും ഉയർന്ന 2 പ്രൊഫഷണലുകൾ, പേരോ സൂചനയോ നൽകാൻ നിവൃത്തിയില്ലാത്തതിൽ ക്ഷമിക്കുക. അവരുടെ ഏക മകൻ ബിടെക് 1ാം റാങ്ക് നേടി എംടെക്കിന് പഠിക്കുന്ന ഘട്ടത്തിലാണ് ഏതോ ഒരു നിമിഷം മയക്കുമരുന്നിന്റെ ആദ്യ പുക അല്ലെങ്കിൽ ആദ്യ ഡോസ്, അതിനുശേഷം ആ പെൺകുട്ടിയുടെ ജീവിതം ആ ഒരു കറുത്ത നിമിഷത്തിന്റെ മുമ്പുള്ള ജീവിതമായിട്ടില്ല. മകൾ മയക്കുമരുന്നിന് ഇരയായ വിവരം അച്ഛനും അമ്മയ്ക്കും അറിയാം. പക്ഷേ ഇത് ആരോട് പറയും? സ്റ്റാറ്റസിന് 20 സമൂഹത്തിലുള്ള വിലയും ഇല്ലാതായി പോയാലോ? അവ ഹൃദയവേദനയോടെ മനസ്സിലാക്കി. ഞാൻ ഒരിക്കലും നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വസിക്കാനാവില്ല, അർദ്ധരാത്രി 3:15 അവർക്ക് വേണ്ടി മയക്കുമരുന്ന് വാങ്ങാൻ ഞാൻ ചണ്ടുമുഖത്ത് പോയി വാങ്ങിക്കൊണ്ട് അവർക്ക് കൊടുത്തു. അതില്ലാതെ വരുമ്പോൾ മനുഷ്യ സ്വഭാവം നഷ്ടപ്പെടുന്ന അവർക്ക് ഒടുവിൽ സംഭവിച്ചത് ദുരന്തം. ആരോടും പറയാതെ അവളുടെ ദൗർബല്യത്തിന്, അവളുടെ പിടിവാശികൾക്ക് വഴങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ഈ 2 പേരും ദമ്പതികൾ വീട്ടിലേക്ക് വരുമ്പോൾ സീഡിംഗ് ഫാനും അവസാനിച്ച ജീവിതത്തെയാണ്. മയക്കുമരുന്നിനെതിരായ ശക്തമായ ബോധവൽക്കരണം ഈ കാലം ആവശ്യമുണ്ട്. ഈ മയക്കുമരുന്ന് പ്രചരിപ്പിക്കുന്നവർ ചില പുതിയ സിദ്ധാന്തങ്ങൾ ഉയർന്നിരിക്കുന്നു. നിങ്ങൾ വർത്തമാനത്തിൽ ജീവിക്കുക, ഭൂതകാലത്തേക്ക് തിരിഞ്ഞു നോക്കരുത്, ഭാവി കാലത്തേക്ക് ഉൾക്കെട്ടപ്പെടരുത്, അടിച്ചു പൊളിക്കുക ഈ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിച്ചാണ് നമ്മുടെ നാട്ടിലെ കൗമാരങ്ങളെ ഈ രാക്ഷസ മനസ്സുകൾ സ്വാധീനിക്കുന്നത്. ഇതിനെതിരായ ശക്തമായ ചെറുത്തുനിൽപ്പിന് സമൂഹം ഒറ്റക്കെട്ടായി ശ്രമിക്കുന്നുണ്ട്. മദർ തെരേസയുടെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടന ആ ദിശയിലേക്ക് വളരെ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാണ്. ഈ മയക്കുമരുന്നിന്റെ മറ്റൊരു ഉപോത്പന്നമാണ് സ്ത്രീകൾക്കെതിരായ ആക്രമണം. സ്ത്രീ, അമ്മയായ സ്ത്രീ, അമ്മൂമ്മയായ സ്ത്രീ, സഹോദരിയും മകളും ഒക്കെയായ സ്ത്രീ നമ്മുടെ നാട്ടിൽ അപമാനിക്കപ്പെടുക പലതരത്തിൽ. അതിനും ചില സിദ്ധാന്തങ്ങളും ചില ഫിലോസഫികളും കൊണ്ടുവരുന്നു. സമൂഹത്തിൽ ശുദ്ധമായ പവിത്രമായ സ്നേഹത്തിന്റെയും പവിത്രമായ ബന്ധങ്ങളുടെയും കാലം നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതിന് പുതിയ തലമുറയുടെ മനസ്സിൽ ഈ അടിപൊളി ആഘോഷങ്ങൾക്കപ്പുറം ജീവിതത്തിന് ചില മൂല്യങ്ങളുണ്ട്, ചില ധർമ്മങ്ങളും നിയോഗങ്ങളുമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുക വളരെ പ്രധാനമാണ്. ആ ദിശയിലേക്കും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ എത്തപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചതിൽ നീണ്ടുപോയ ഈ വർത്തമാനം അവസാനിപ്പിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഈ ആഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി എൻ്റെ വാക്കുകൾ നിന്നു.